ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റിയുടെ എക്സ്പയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നമുക്ക് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണുള്ളത്. മാർക്കറ്റ് ഇന്നലെ IT സെക്ടർസിൻ്റെ തിരിച്ച് വരവ് കാരണം പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസിൻ്റെ ഷെയർ ബൈ ബാക്ക് ഇൻഫോസിസിന് മാത്രമല്ല മറ്റുള്ള IT കമ്പനീസിനും കൂടി ആ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ യൂസ് മാർക്കറ്റും ഓൾ ടൈം ഹൈ ആണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂസ് ഫ്യൂച്ചർ നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. കാണാം, യൂസ് മാർക്കറ്റ് രണ്ടും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് അത്ര പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല. ജർമ്മൻ മാർക്കറ്റ് 88 പോയിൻറ്റിൻ്റെ ഇടിവ്. ഫ്രാൻസും UK-യും ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ -80 എന്ന നിലയിലാണ്. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ തന്നെയും US ഫ്യൂച്ചർ നെഗറ്റീവ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് നമുക്കുള്ളത്. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി, ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ കമ്പനി അവർക്ക് 415 കോടി രൂപയുടെ ഒരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോളാർ പവർ പ്രൊജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ബജാജ് ഓട്ടോ GST കട്ട് അത് ഫുള്ളി പാസ്സായിട്ടുണ്ട്. അപ്പോൾ 20,000 രൂപ മുതൽ ഇവരുടെ 2 വീലർ KTM ബൈക്ക് തുടങ്ങിയ 2 വീലേഴ്സിന് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അഥവാ വില കുറച്ച് കമ്പനിക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് വില കുറച്ച് വാങ്ങാൻ സാധിക്കും. ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഏകദേശം 3.42% സ്റ്റേക്ക് ഓഫർ ഫോർ സെയിലിലൂടെ സെല്ല് ചെയ്യുകയാണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. സംവർദ്ധന മദേഴ്സൽ കമ്പനി ഇവർ തുർക്കിഷ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയിലെ 25% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. തെർമാക്സ് കമ്പനി 115 കോടി രൂപയാണ് ഇവരുടെ പുതിയ റിന്യൂവബിൾ എനർജി ബിസിനസ്സിന് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. ഐഡിയ കമ്പനി AGR ഡ്യൂ അത് പരിഗണിക്കണം എന്നുള്ള അപേക്ഷ വീണ്ടും സുപ്രീം കോടതിയിൽ ഇവർ സമർപ്പിച്ചു. വിക്രം സോളാർ കമ്പനി 24 കോടി രൂപയിൽ നിന്ന് 134 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഐഷർ മോട്ടേഴ്സും GST ബെനിഫിറ്റ് ഇംപ്ലിമെൻ്റ് ആക്കിയിട്ടുണ്ട്. 22,000 രൂപ മുതൽ ബൈക്കിൽ വില കുറയും. ബികാജി ഫുഡ് ED ഇവരുടെ CEOനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. പോസ്ട്രം ഇൻഫോസിസ്റ്റം കമ്പനി പുതിയ ബാറ്ററി സബ്സിഡിയറി കമ്പനി ഇവർ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ US ഫ്യൂച്ചർ നെഗറ്റീവ് ആണെന്നുള്ളത് മാത്രമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ മറ്റുള്ള മാർക്കറ്റ് വോളറ്റൈലായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡിങ് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.